എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് രാവിലെ തന്നെ കുറച്ച് പണിയിലാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇവിടെയൊക്കെ ഒന്ന് തുടച്ചിടാമെന്ന് വിചാരിച്ചു. അമ്മയും അപ്പനൊക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടോ വീട്ടിൽ നിന്ന്. അത് മാട്ടിയുടെ പിറന്നാളാണ് നാളെ. അപ്പം മാട്ടിക്ക് ഒരേ നിർബന്ധം അമ്മയും അപ്പനൊക്കെ വരണമെന്ന്. അപ്പോൾ അവർ വരാമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അവർ വരുമ്പോഴേക്കും ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടാൻ വിചാരിച്ചു. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോയിട്ടോ. ഞങ്ങളുടെ ചായയുടെയൊക്കെ കഴിഞ്ഞു. എന്നിട്ടാണ് ഈ പണികളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അവർ ട്രെയിനിനാണ് വരുന്നത്. അപ്പോൾ ആ ട്രെയിന് 11:50 കുറ്റിപ്പുറത്തും. പിന്നെ കുറ്റിപ്പുറത്ത് അപ്പോൾ തന്നെ ഒരു ബസ് ഉണ്ട് കേട്ടോ. ആ ബസ് ഇവിടെ നമ്മുടെ അവിടെ എത്തുമ്പോഴേക്കും 12:15 അപ്പോൾ അവരെത്തുമ്പോഴേക്കും ചോറായിട്ടുണ്ട്. അപ്പോൾ ചോറ് ഞാൻ ഇപ്പോൾ കൊണ്ടുവച്ചു. ചോറ് അമ്മ രാവിലെ തന്നെ വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അടുപ്പിൻ്റെ അവിടെ നിന്ന് എടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ഇനി കറികളൊക്കെ വെക്കണം. അപ്പോൾ ഞാൻ കുടിക്കാനുള്ള വെള്ളമൊക്കെ പിടിച്ച് വെക്കണം കേട്ടോ. അപ്പോൾ അവർ വരുമ്പോഴേക്കും എല്ലാ പണിയും കഴിഞ്ഞിട്ട് വേണം കുറച്ച് നേരം അവരുടെ ഒപ്പം വർത്താനൊക്കെ പറഞ്ഞ് ഇരിക്കുക വെച്ചിട്ടാണ്. അല്ലെങ്കിൽ അവർ വരുമ്പോൾ പിന്നെ നമ്മുടെ പണിയും കൂടെ ആകുമ്പോൾ പിന്നെ അമ്മയൊക്കെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരില്ല, ഇങ്ങനെ ആരും വർത്താനം പറയാനില്ലാതെ. അപ്പോൾ അവർ വരുമ്പോഴേക്കും എല്ലാ പണിയും ഒരുക്കി വെച്ചിട്ട് പിന്നെ അവിടെ ഒപ്പം ഇരിക്കുക വെച്ചിട്ടാട്ടോ. വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, ഇനി പോകുമ്പോഴാവും സങ്കടം. അപ്പോൾ അതാ തുണിയാണ് വെള്ളമൊക്കെ പിടിച്ചു. ഇനി വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മളെടുത്ത് തോരയിടണം കേട്ടോ. അമ്മയും അപ്പനും വരിക എന്ന് പറഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. മാൾട്ടി പോകുമ്പോൾ തന്നെ പറഞ്ഞു, ഞങ്ങൾ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും അമ്മേനോടും അപ്പനോടും അപ്പനോടും അമ്മമ്മയോടും ഉമ്മർ തന്നെ ഇരിക്കണം, ഞങ്ങളെ കാത്തിട്ട് ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പണികളൊക്കെ വേഗം നോക്കുകയാണ് കേട്ടോ. അവർ വരുമ്പോഴേക്കും വീഡിയോ എടുക്കാൻ നിൽക്കണ കേട്ടോ. അങ്ങനെ പണി നേരം വഴുകണതില്ലെങ്കിൽ വേഗം കഴിയും, അത്ര പണിയൊന്നുമില്ല നമുക്ക്. അപ്പോൾ ഇനി അവർ വരുമ്പോഴേക്കും കുറച്ച് നാരങ്ങ വെള്ളം കലക്കി വെച്ചിട്ടാട്ടോ. കുറേ ദൂരത്ത് നിന്ന് വരുന്നതല്ലേ, അവർക്ക് വരുമ്പോഴേക്കും ദാഹിച്ചിട്ടേ. അപ്പം ഞാൻ വേഗം കുറച്ച് നാരങ്ങ വെള്ളം കലക്കി വെച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ വരുമ്പോൾ അങ്ങ് എടുത്തു കൊടുത്താൽ മതിയല്ലോ. പിന്നെ ഏട്ടനും പയറും ബീൻസൊക്കെ കൊണ്ടുവന്നിരുന്നു ഉപ്പേരി ഉണ്ടാക്കാൻ. പിന്നെ പഞ്ചസാരയും പാലൊക്കെ കൊണ്ടുവന്നിരുന്നു കേട്ടോ ചായയൊക്കെ വെക്കാനും. അപ്പോൾ നാരങ്ങ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ നാരങ്ങയിട്ട് വെള്ളം കലക്കട്ടെ കേട്ടോ. പഞ്ചസാര കഴിഞ്ഞിട്ടൊന്നുമില്ല, എന്നാലും ആ ഡപ്പയിൽ കുറേ, നമ്മുടെ വലിയൊരു ഡപ്പയാണ് പഞ്ചസാര ഡപ്പ. അത് സ്റ്റീലിൻ്റെ ഒരു ഡപ്പയാണ് കേട്ടോ. അപ്പോൾ അതിൽ ഒരുപാട് പഞ്ചസാര കൊള്ളും, ഇനിയും കൊള്ളും കണ്ടോ. ഇനിയും കഷ്ടിച്ചൊരു 3/4 കിലോനോളം കൊള്ളും. അതേപോലെ ഒരു വലിയ സ്പൂണാണ്. ഇവിടെ എല്ലാവർക്കും നല്ല മധുരം വേണം ചായയിലൊക്കെ കേട്ടോ. അതുകൊണ്ട് വലിയ സ്പൂണിന് ഇട്ട് വെച്ചിരിക്കണം. ഒരു സ്പൂണ് പഞ്ചസാരയൊക്കെ ഇട്ടാൽ ചായക്ക് മധുരം ഉണ്ടാവും. അത് സ്പൂൺ നല്ല പറയുന്നതിന് ശരിക്കും സ്പൂണല്ല, എന്താ കയ്യിൽ എന്നൊക്കെ പറയുകയാണെങ്കിൽ വലിയൊരു കയ്യിൽ പോലത്തെയാണ്. കയ്യിലുമല്ല സ്പൂണല്ല, അതിൻ്റെ ഇടത്തരമുള്ള ഇതാണ്. അപ്പം നാരങ്ങ പിഴിയുന്നത് ഇവിടെ ഉണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് അതുകൊണ്ട് പിഴിയാൻ ഭയങ്കര മടി. അതിൽ പിഴിഞ്ഞാൽ നീരൊട്ട് കിട്ടൂല കണ്ടോ. അതാ ആ നീരൊട്ട് കിട്ടൂല, പിന്നെ നമ്മൾ രണ്ടാമത് പിഴിയാൻ നിൽക്കണം. അപ്പം ഞാൻ അതുകൊണ്ട് കൈ കൊണ്ട് തന്നെ അങ്ങോട്ട് പിഴിഞ്ഞെടുക്കും കേട്ടോ വേഗം. എനിക്ക് അതാ എളുപ്പം തോന്നൽ. പിന്നെ മധുരം ഇവിടെ എല്ലാവർക്കും നല്ല വേണം. അപ്പനെ പിന്നെ മധുരം കുറച്ച് മതി കേട്ടോ. അപ്പം ഞാൻ അപ്പനുള്ളത് കുറച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ ഇവർക്കുള്ളതൊക്കെ പിന്നെയും മധുരം ഇട്ടു കേട്ടോ. പിന്നെ കുറച്ചുകൂടിയും വെള്ളം ഒഴിക്കുകയാണ്, ഏട്ടനൊക്കെ വേണ്ടി വരും വെള്ളം. അപ്പം ഞാൻ അതിൽ കുറച്ചുകൂടിയും വെള്ളം ചേർത്തി. ആദ്യം ഞാനത് കുറച്ച് വെള്ളം വെച്ചിട്ട് ഐസാക്കിയിരുന്നു കേട്ടോ. എന്നിട്ടാണ് നാരങ്ങ വെള്ളം കലക്കണത്. പിന്നെ കുറച്ചുകൂടിയും വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുക്കണം. അപ്പം ഞാൻ മധുരമൊക്കെ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് കുറച്ചെടുത്ത് കുടിക്കണം കേട്ടോ. പിന്നെ എനിക്ക് നല്ല ദാഹം ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ പണിയൊക്കെ എടുത്തപ്പോഴേക്കും ഞാൻ ആകെ വേർത്ത് കുളിച്ചായിരുന്നു കേട്ടോ. വേഗം വേഗം ചെയ്യില്ലേ, അവർ വരുമ്പോഴേക്കും വേഗം അവരോടൊപ്പം ഇരിക്കണം വെച്ചിട്ട് കുറച്ച് നേരം അവരുടെ ഒപ്പം ഇരിക്കണം വെച്ചിട്ട് ഞാനിങ്ങനെ വേഗം വേഗം
ചെയ്ത് തീർക്കണം. പിന്നെ അതൊക്കെ കലക്കി നമ്മൾ ഫ്രിഡ്ജിക്ക് വെച്ചു കേട്ടോ. പിന്നെ ഇതാ മീൻ കറിക്കുള്ള പുളി വെള്ളത്തിലിടുകയാണ്. മീൻ കറി ഉണ്ടാക്കുക വെച്ചിട്ടാണ്. അമ്മ അതാ മീനൊക്കെ നേരാക്കി വെച്ചിട്ടുണ്ട്. അയിലുണ്ട്, മാന്തളും ഉണ്ട് കേട്ടോ. അപ്പന് ഇവിടുത്തെ മീൻ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളുടെ ഇവിടെ ഒന്നും അത്ര നല്ല മീൻ കിട്ടില്ല. പാലക്കാട് ആ സൈഡിലേക്ക് നല്ല മീൻ കിട്ടില്ല. ഇത് പൊന്നാനി മീൻ എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ഇതന്നെയല്ലേ, പൊന്നാനി കടലിൽ പിടിക്കണത്. അപ്പം അപ്പനെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇവിടെ വന്നാൽ അധികം മീൻ മേടിക്കും കേട്ടോ. അവർ വന്നാൽ അധികം മീൻ മേടിക്കും. അപ്പോൾ അയിൽ നമ്മൾ മാന്തളാണ് പ്രാവശ്യം മേടിച്ചിട്ടാണ്. അപ്പോൾ അത് കുറച്ചെടുത്ത് കറി വെക്കാം, പിന്നെ കുറച്ച് വറക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നമ്മുടെ ചുക്കുവെള്ളമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം ചുക്കുവെള്ളം വയ്ക്കാം, അതൊന്ന് അവിടെ ഇരുന്ന് തിളച്ചോളുമല്ലോ വെച്ചിട്ട് ഞാൻ വേഗം പോയിട്ട് ചുക്കുവെള്ളത്തിന് തീയൊക്കെ പിടിപ്പിച്ച് അത് വെക്കുകയാണ് കേട്ടോ. അതവിടെ ഇരുന്ന് ഇങ്ങനെ തിളച്ചോളുമല്ലോ. നല്ലോണം അങ്ങോട്ട് കത്തിച്ചു വിടും ഞാൻ. കുറേ വറകൊക്കെ കണ്ട് ഇട്ട് വയ്ക്കും. പിന്നെ ആ ഭാഗത്തേക്ക് ഞാൻ തിരിഞ്ഞു നോക്കില്ല. അതങ്ങോട്ട് വെച്ചിട്ട് ചുക്കുവെള്ളപ്പൊടി ഇട്ടിട്ട് ഇങ്ങോട്ട് പോരും. പിന്നെ അത് അവിടെ കിടന്ന് ഇങ്ങനെ തിളച്ചോളൂ കേട്ടോ. കുറച്ച് ചിരട്ടയൊക്കെ ഇട്ടിട്ട് ഇങ്ങോട്ട് പോരും. അത് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ തിളച്ചോളും. അപ്പോഴേക്കൊരു ബസ് പോയിട്ട്, അപ്പം ഞാൻ ഈ ബസ്സിൽ അപ്പനും അമ്മയും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് ആകാംക്ഷയല്ലോ, അപ്പനും അമ്മയും വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ആകാംക്ഷ. അപ്പോൾ ആ ബസ്സിലില്ല, ഞാൻ നോക്കി അതിലില്ല. നമ്മൾ ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ നമ്മുടെ ആ സ്റ്റോപ്പ് കാണാം കേട്ടോ. ഒരു വളവുണ്ട്, ആ വളവിലാണ് സ്റ്റോപ്പ്. അത് ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ കാണാം. നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിൽ കാണുമ്പോൾ അറിയുണ്ടാവില്ല, പക്ഷേ ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്കത് നേരം പോലെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ആ ബസ്സിലില്ല. അപ്പോൾ ഞാൻ അങ്ങോട്ട് വന്നിട്ട് എന്നാൽ മീൻ കറിയൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് മീൻ കറി ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. മീൻ കറി ഉണ്ടാക്കാം, മീൻ വറക്കുകയും ചെയ്യുക വെച്ചിട്ട്. അപ്പോൾ അയിലയും മാന്തളം കേട്ടോ മേടിച്ചത്. അത് അമ്മ നേരാക്കി തന്നു കേട്ടോ. ഞാൻ നേരാക്കി ഇരുന്ന് ഇന്ന് കഴിയില്ല. അപ്പോൾ അമ്മ വേഗം നേരാക്കി തന്നു. എനിക്ക് മീൻ നേരാക്കൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതില്ല, എനിക്ക് ഭയങ്കര ഇടങ്ങാറായി മീൻ നേരാക്കൽ. വേറെ എന്ത് പണിയും വേഗം വേഗം ചെയ്യാൻ കഴിയും കേട്ടോ, പക്ഷെ മീൻ നേരാക്കൽ എന്നെ കൊണ്ട് കഴിയില്ല. അത് സ്ലോ ആണ്, ഭയങ്കര സ്ലോ ആച്ചാൽ ഭയങ്കര സ്ലോ ആണ്. അപ്പോൾ അതിൻ്റെ തല മാത്രം എടുത്ത് കറിയൊക്കെ വെച്ചു. നമുക്ക് കുറച്ച് ഇന്നലത്തെ മോരുകറി ഉണ്ട്, അപ്പോൾ അതിൻ്റെ തല മാത്രം ഇട്ടിട്ട് ഇവർക്ക് മാത്രം കുറച്ച് കറി വെക്കാൻ വെച്ചു. പിന്നെ വൈകുന്നേരത്തേക്ക് നമ്മൾ വേറെ എന്തെങ്കിലും ആക്കാൻ വെച്ചിട്ടായിരുന്നു കേട്ടോ. വേറെ ഫുഡ് ഉച്ചയ്ക്ക് മാത്രമാണ് ചോറും കറിയും ഉണ്ടാക്കാൻ വെച്ചിട്ട്, വൈകുന്നേരം എന്തെങ്കിലും ഉണ്ടാക്കാൻ വെച്ചിട്ട് നമ്മൾ ഒരു നേരത്തേക്കുള്ള കറിയായിട്ട് വയ്ക്കണം. അപ്പോൾ കുറച്ച് 2-3 തല മാത്രം എടുത്തിട്ട് കുറച്ച് കറി വെച്ചു, ബാക്കിയുള്ളത് വറക്കാൻ വെച്ചു കേട്ടോ. പിന്നെ മീൻ കറി ഇവിടെ ഏട്ടനെ പറ്റില്ല. മീൻ കറി കൂട്ടും ആൾ, തേങ്ങയൊക്കെ അരച്ച കുറച്ച് കൂട്ടും, പക്ഷേ മുളക് ചാറാണെങ്കിൽ കൂട്ടും കേട്ടോ. പക്ഷെ എന്നാൽ അത്ര ഇഷ്ടമല്ല ആൾക്ക്, അത്ര താല്പര്യമില്ല. അപ്പം ഞാൻ കുറച്ച് കറി വയ്ക്കുക വെച്ചിട്ടാണ്. പിന്നെ വേഗം തന്നെ ഇത് മസാല പറ്റുമ്പോഴേക്കും ഞാനത് ചീനച്ചട്ടിയൊക്കെ വെച്ച് എണ്ണ ഒഴിക്കൽ തുടങ്ങിട്ടോ. എന്താ വെച്ചാൽ വേഗം പണി തീർക്കാൻ നോക്കണം കേട്ടോ. ഞാൻ വേഗം എങ്ങനെയും പണി തീർത്തിട്ട് അവിടെ അവരെ കാത്തിരിക്കുക വെച്ചിട്ടാണ്. അവർ വരുമ്പോഴേക്കും പിന്നെ വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ. അവർ വരുന്നത് ആ വീഡിയോ കിട്ടണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അത് തരുന്നുണ്ട്. പിന്നെ അതാ മീൻ കറി വയ്ക്കാൻ പോകണം. അപ്പോൾ തക്കാളിയും ഇഞ്ചി ഉണ്ട്, പച്ചമുളക് തീരെ ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് അമ്മ അവിടെ നട്ടു പിടിപ്പിച്ചിട്ടുണ്ട് ഒരു കാന്താരി മുളക്, അതിൽ പോയി ഉണ്ടോ നോക്കാം. കാന്താരി മുളക് മാട്ടി നാളേക്ക് 2-3 പൊട്ടിച്ച് തന്നിരുന്നു, ഇനി ഉണ്ടോ നോക്കാം. ഉണ്ട് കേട്ടോ, ഒരു 2-3 കിട്ടി. മാട്ടി എന്താ പറയുക, അത് ചെറുതാകുമ്പോൾ തന്നെ അമ്മ അതാ കാന്താരി മുളക് എന്ന് പറഞ്ഞിട്ട് ഒക്കെ പൊട്ടിച്ചു കൊണ്ടിരും. അതിന് എരിവൊന്നും പിടിച്ചിട്ടുണ്ടാവില്ല, എന്ന് അങ്ങനെ പൊട്ടി വരുന്നേ ഉണ്ടാവുള്ളൂ. അപ്പോഴത്തേക്ക് തന്നെ ഒക്കെ പൊട്ടിച്ച് മാട്ടി തരും. അപ്പോൾ ഒരു 4-5 കിട്ടിയിട്ടുണ്ട്. ഒരു ചെറിയ എരിവ്. പിന്നെ ഞാൻ മുളക് പൊടിയും കൊണ്ടൊക്കെ അതിൻ്റെ എരിവ് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. പച്ചമുളക് നമ്മൾ കഴിഞ്ഞത് അറിഞ്ഞിരുന്നില്ല. പിന്നെ ഏട്ടൻ നേരത്തെ പോണതുകൊണ്ട് പിന്നെ ആരും കടയ്ക്ക് പോകാനില്ല, അതുകൊണ്ട് ഞാൻ കടയ്ക്കൊന്നും പോക്കില്ല. പിന്നെ കുട്ടികളുണ്ടെങ്കിൽ മേടിച്ചു തരും കേട്ടോ പോയിട്ട്. അപ്പോൾ ആ മീൻ മൂത്തിട്ടില്ല, മൂക്കണുള്ളൂ. ഞാൻ സ്ലോവിലായിട്ടാണ് വെച്ചിട്ട് പോയത്, സിമ്മിലാണത് ഇരിക്കണത്. എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല ചൂടാണ് കേട്ടോ. ഈ സ്റ്റൗവിന് നല്ല ചൂടാണ്. നമ്മുടെ അപ്പത്തെ സ്റ്റൗവിന് തീരെ ചൂട് കുറവാണ്. അപ്പോൾ ഈ സ്റ്റൗവിലേക്ക് നമ്മളൊരു മീഡിയം ചൂടിൽ വെച്ചാൽ തന്നെ അത് നന്നായിട്ട് മൂത്ത് കിട്ടും. അങ്ങനെ മീൻ കറിക്കുള്ള ഇഞ്ചിയൊക്കെ നമ്മൾ ഇഞ്ചിയും പച്ചമുളകൊക്കെ നേരൊക്കെയുള്ള, പച്ചമുളക് ഇല്ല സോറി, കാന്താരി മുളക്
ഒക്കെ പൊട്ടിച്ചോണ്ട് അതൊക്കെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ ചെറിയുള്ളിയൊക്കെ കഴിഞ്ഞിരുന്നു. പിന്നെ നമ്മൾ സവാളയൊക്കെ എടുത്തിട്ട് അങ്ങനെ മീൻകറിയൊക്കെ ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ മീൻകറിയൊക്കെ അവിടെ അങ്ങനെ തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. തിളച്ച് കഴിഞ്ഞിട്ട് കേട്ടോ. പിന്നെ ഇവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്കൊരു പുക പോലെ കാണും. അത് എന്താ വെള്ളത്തിൻ്റെ പുക കേട്ടോ. അതിൻ്റെ അപ്പുറത്ത് തന്നെയാണ്. അപ്പം ജനലിൽ കൂടെ അങ്ങനെ പുക വന്നിട്ട് മറിയണതാണ് കേട്ടോ. അപ്പോൾ മീൻകറി ഇടയ്ക്കൊരു പുക പോലെ ഇങ്ങനെ കുറച്ച് പയർ കാണാൻ പറ്റും ഉണ്ടാക്കാനായിട്ട്. പയർ പൊട്ടിച്ചെടുക്കാം കേട്ടോ. പയർ ഇതേപോലെ തന്നെ നമ്മൾ വേഗം കേട്ടോ. ഉലുവട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പയറുപ്പേരി എണ്ണ വെച്ചിട്ട് ഉലുവട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ തക്കാളി ഒക്കെ ഇട്ട് വേഗം ഒരു പയർ വേഗം വെച്ചിട്ട് വേഗം ഉണ്ടാക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ മീൻകറിയൊക്കെ തിളച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് കറി വെച്ചുള്ളൂ, അതുകൊണ്ട് തന്നെ വേഗം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ പുളിവെള്ളമൊക്കെ ഒഴിച്ചു കേട്ടോ. അതിൻ്റെ ഇടയിൽ മുളക് പൊടിയൊക്കെ ഇട്ടായിരുന്നു. അതൊക്കെ ഞാൻ തിളയ്ക്കുമ്പോഴേക്കും നമ്മുടെ ബസ് അടുത്ത വേഗം നമ്മൾ സ്പീഡിൽ ഞാൻ വേഗം അതിൽ അപ്പനും അമ്മ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് വേഗം ഓടുകയാണ് കേട്ടോ. ഓടിപ്പോയി നോക്കുകയാണ്. അപ്പോൾ അതിലുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ കാണായിരുന്നു. അതാണ് ബസ് പോണേ ഉള്ളൂ. അപ്പോഴേക്ക് ഞാൻ വന്നു. എന്താ വെച്ചാൽ എനിക്ക് സമയം അറിയുന്നു. അപ്പോൾ ഞാൻ ബസ് പോണേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തന്നെ ഞാൻ അറിയുന്നു എനിക്കിതിലുണ്ടാവും കേട്ടോ. അപ്പോൾ അതാ വരുന്നുണ്ട്. ഇതാണ് എൻ്റെ അപ്പനും അമ്മയും. ഒരു ലോഡ് സാധനങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഒരു ലോഡൊന്നും ഉണ്ടായില്ല കേട്ടോ. അത് ഒരു സഞ്ചിന് കുറച്ച് സാധനങ്ങളൊക്കെ എന്തായാലും ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ കുട്ടികൾക്ക് കഴിക്കാനുള്ളതും പിന്നെ അമ്മയുടെ ഡ്രസ്സൊക്കെ ആയിട്ട്. അമ്മ വന്നിട്ട് വേഗം അകത്തേക്ക് കയറിയിട്ടുണ്ട്. ആ സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് അപ്പന്. അപ്പോൾ ഇപ്പം അപ്പൻ്റെ മുഖം കാണില്ല. ഞാൻ ട്രൈപ്പോഡ് നമ്മൾ ചെറുതാക്കിയിട്ടാണ് വെച്ചിരുന്നു കേട്ടോ. അതാണ് അവർ കയറുമ്പോൾ തന്നെ കാണാത്തത്. അപ്പോൾ അത് അമ്മി അവിടെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മയും കൂടെ രണ്ടമ്മമാരും കൂടെ വർത്താനം പറഞ്ഞിരിക്കുകയാണ്. പിന്നെ നമ്മൾ കലക്കി വെച്ച നാരങ്ങകളൊക്കെ കൊടുത്തു കേട്ടോ. അവർ ഷൊർണൂരിന് ചായ കുടിച്ചു എന്നാണ് പറഞ്ഞത്. എന്നാലും നമുക്ക് ഇവിടെ എത്തുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ കൊടുത്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. ഞാൻ വേഗം വെള്ളം കൊടുത്തു. പിന്നെ നമ്മൾ ചായയൊക്കെ വെച്ചു കേട്ടോ. അത് അമ്മ ഇവിടെ വെള്ളം കുടിക്കണം. അമ്മ പറയുന്നുണ്ട് ഇന്നൊക്കെ വീഡിയോയിൽ കാണിക്കണ്ടോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. പിന്നെ അപ്പനായിട്ട് കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അപ്പൻ്റെ പണീനെ കുറിച്ചിട്ടും വയ്യായകളെ കുറിച്ചിട്ടും. അപ്പനെപ്പോഴും കാലുവേദനയും ചുമയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഫോണിൽ കൂടെ നമ്മൾ 1-2 മണിക്കൂർ പറയും. എന്നാലും നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഇഷ്ടം പോലെ പറയാനുണ്ടാവും. നമ്മുടെ അപ്പനും അമ്മയല്ലേ, നമുക്ക് എത്ര വർത്താനം പറഞ്ഞാലും മടുക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ കുറേ വർത്താനമൊക്കെ പറഞ്ഞു. പിന്നെ അവർക്ക് ചായയൊക്കെ ഉണ്ടാക്കി ദോശയൊക്കെ കൊടുത്തു കേട്ടോ. 12 ആയിരുന്നു. അപ്പോൾ എന്നാലും ഞാൻ എന്തെങ്കിലും കഴിക്കുക പറഞ്ഞിട്ട് അപ്പനും അമ്മയും ദോശയൊക്കെ കഴിച്ചു കേട്ടോ. ചായയും കുടിച്ചു. ഒരു ഉപ്പുമാവ് കഴിച്ചിട്ടാണ് വന്നതെന്നൊക്കെ പറഞ്ഞിട്ടോ. എന്നാലും എനിക്ക് എന്തെങ്കിലും കൊടുക്കാനൊരു സമാധാനമില്ല. അപ്പോൾ ഞാൻ വേഗം ദോശയും കൊടുത്തു കേട്ടോ. പിന്നെ അമ്മേൻ്റെ ഒപ്പം പയറ് പൊട്ടിക്കാൻ കൂടിയിട്ടോ. ഞാൻ അമ്മേനോട് കുറച്ച് നേരം അവിടെ ഇരുന്നോളൂ എന്നൊക്കെ പറഞ്ഞു. കുറേ ദൂരം ഉണ്ടല്ലോ നമ്മുടെ അവിടേക്ക്. അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്നോളൂ, പോയിരുന്നോളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, ഇത്ര നേരം വണ്ടിയിൽ ഇരിക്കുന്നല്ലേ പറഞ്ഞിട്ട് അമ്മേൻ്റെ ഒപ്പം പയറൊക്കെ പൊട്ടിക്കാൻ കൂടിയിട്ടോ. പിന്നെ കുറേ പാത്രങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ അതിൻ്റെ ഇടയിൽ കഴുകി തന്നു. അങ്ങനെ ഓരോരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ട് പയറൊക്കെ പൊട്ടിക്കേട്ടോ. പിന്നെ പയറുപ്പേരിയൊക്കെ വെച്ചു ഞാൻ. പയറുപ്പേരിക്ക് ഇതാണ്ട് പച്ചമുളകൊന്നുമില്ല. ആ 4 കാന്താരി മുളക് കിട്ടിയത് ഞാൻ മീൻ കറിക്ക് ഇട്ടായിരുന്നു കേട്ടോ. പിന്നെ വെറും ഉള്ളിയായിട്ട് നമ്മൾ പയറുപ്പേരി ഉണ്ടാക്കി. പിന്നെ എരിവ് ആർക്കും കാര്യമില്ല. ഏട്ടന് എരിവ് എത്ര ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഉപ്പേരിയിൽ നിന്ന് എരിവ് ഇട്ട് കൊടുത്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് നമുക്ക് പേടിക്കാനില്ല. അപ്പം അങ്ങനെ പയറുപ്പേരിയൊക്കെ വെച്ചു കേട്ടോ. പിന്നെ കുറച്ച് പപ്പടം കൂടെ കാച്ചെടുത്തു.
അപ്പോൾ അമ്മ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ, വർത്താനം പറയാണ് കേട്ടോ. പിന്നെ ഏട്ടനെ പോകാൻ നേരമായി. അപ്പോൾ ഏട്ടനെ ചോറ് കൊടുത്തു കേട്ടോ. അപ്പോൾ ആൾക്ക് ബസ്സിനാണ് പോണത് ആൾ. അപ്പോൾ ആൾക്ക് നേരമായപ്പോൾ ഞാൻ ചോറ് കൊടുത്തു. അപ്പോൾ ഏട്ടനവിടെ ഇന്ന് ചോറുണ്ട് കേട്ടോ. പിന്നെ അപ്പനും ചോറ് കൊടുത്തു കേട്ടോ. അപ്പന് ഒരു കറക്റ്റ് സമയത്ത് ചോറുണ്ണണം. 1 മണി കഴിഞ്ഞാൽ പിന്നെ ചോറുണ്ണു കേട്ടോ. അപ്പോൾ ദോശയൊക്കെ ഓരോന്നല്ലേ കഴിച്ചിരുന്നു. അപ്പോൾ അപ്പനും ചോറുണ്ടു. അമ്മയ്ക്ക് ഇപ്പം തന്നെ ആയിട്ടില്ല പറഞ്ഞു. അമ്മ ഏട്ടനോട് വർത്താനം പറയിക്കേട്ടാ, അമ്മയ്ക്ക് കുറച്ച് കഴിഞ്ഞിട്ട് മതി പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാനും കുറച്ച് നേരം വർത്താനം പറഞ്ഞിരുന്നു കേട്ടോ അവരുടെ. അപ്പോൾ ഇവിടുത്തെ അമ്മ അരിയും ഗോതമ്പൊക്കെ നമ്മൾ ഉണക്കാട്ടിരുന്നു കേട്ടോ. നമ്മളുടെ വീഡിയോ എടുക്കുമ്പോൾ തീരെ മഴ പെയ്തിട്ടില്ല, ഭയങ്കര ചൂടും. നമ്മുടെ ചാനലൊക്കെ ഒന്ന് വളർന്ന് വലുതായിട്ട് വേണം റിംഗ് ലൈറ്റ് ഒക്കെ വന്നു വെച്ചാട്ടോ ഒമ്പത്തേക്ക്. അല്ലാതെ നമ്മൾ പിന്നെ ഒരു വെയിൽ വന്നപ്പോൾ അമ്മ പിന്നെ അത് കൊണ്ടുപോയിട്ട് നമുക്ക് കാശ് മുടക്കാനില്ല കേട്ടോ, അതാണ്. അപ്പോൾ നമ്മൾ ഉള്ളതും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് വീഡിയോ എടുക്കണത് കേട്ടോ. ഫോണിൽ തന്നെയാണ് വീഡിയോ. ഞങ്ങൾ ഓരോന്നും പറഞ്ഞിട്ട് നമുക്ക് ചില അടുക്കളയും തീരെ വിളിച്ചില്ല. ഞങ്ങൾ ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഒക്കെ ഓൺ ആക്കി വെച്ചിട്ടാണ് കേട്ടോ വീഡിയോ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കും. നമ്മുടെ ഉമ്മർത്ത് എന്നാലും ബസ്സൊക്കെ നിർത്തും, എന്നാലും അങ്ങോട്ട് ഒന്ന് ഇറങ്ങി നിൽക്കും ചിലപ്പോൾ. അപ്പം അതാണ് ഇങ്ങനെ ക്ലിയർ ഇല്ലാത്ത ഇരുണ്ട് മൂടി കിടക്കണത് കേട്ടോ. അപ്പം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. അപ്പം ഞാൻ അമ്മേനോട് ചോറിനാൻ വിളിച്ചുട്ടാ. അപ്പം അമ്മ എന്നാൽ പോയി വിളമ്പിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോയി വിളമ്പ് കേട്ടോ ചോറ്. അപ്പം അപ്പന് ഉണ്ണുണ്ട്, പതുക്കെയാണ് കേട്ടോ ഉണ്ണണത്. കുറച്ച് ചോറ് വേണ്ടാന്ന് കണ്ടിട്ട് അവിടേക്ക് മാറ്റിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ മോരൊഴിച്ച കൂട്ടാനൊക്കെ കൂട്ടിയിട്ട് കുറച്ചുകൂടി ഉണ്ണപ്പാന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ കൂട്ടിയിട്ട് അപ്പം കുറച്ചുകൂടി ഉണ്ട് കേട്ടോ. എനിക്ക് ഇവർ വന്നാൽ അങ്ങനെയാണ്, അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവരിങ്ങനെ അതൊക്കെ കഴിക്കണം. മതി എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ കഴിക്കുന്നുണ്ട് കഴിപ്പിക്കും കേട്ടോ. അപ്പം അതുകൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ അവർ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ അധികം ശ്രമിക്കലുണ്ട്, ഇന്നെയും കൊണ്ട് പറ്റണ പോലെ കേട്ടോ. നമുക്ക് ഇതൊക്കെ തന്നെയല്ലേ ഒരു സന്തോഷം. അവർ അപ്പനും അമ്മയും വരുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് നല്ല ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഏട്ടനും അങ്ങനെയൊക്കെ തന്നെയാണ്. അവർ വരുമ്പോൾ അവർക്ക് മീനാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ചിക്കനെക്കാട്ടും ഇഷ്ടം മീനാണ് കേട്ടോ. ഇവിടുത്തെ മീനാണ് ഇഷ്ടം. ഇവിടുത്തെ മീൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പനും അമ്മയ്ക്കും ഇനിയിപ്പോൾ അനിയത്തിക്കും അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടുത്തെ മീൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വരുമ്പോഴൊക്കെ ഏട്ടൻ അങ്ങനത്തെ മീൻ അങ്ങനെ മേടിച്ചു കൊണ്ടുപോയി അധികം. ചിക്കനൊക്കെ മേടിക്കൽ കുറവായിരിക്കും. കുറവ് മേടിക്കും നമ്മൾ, ഒരു നേരം ചിക്കൻ മേടിക്കും. പക്ഷേ മീൻ മസ്റ്റ് ഉണ്ടാവും. എന്താ വെച്ചാൽ മീൻ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോഴും മീൻ കൊണ്ടുപോകും കേട്ടോ. ഞങ്ങൾ അങ്ങോട്ട് വീട്ടിലേക്ക് പോകുമ്പോഴും ഇവിടുന്ന് മീൻ മേടിച്ച് കൊണ്ടുപോകും. ഇവിടുന്ന് മീനൊക്കെ മേടിച്ച് അവർ മീൻകാരോട് പറഞ്ഞാൽ അവർ ഐസൊക്കെ ഇട്ടിട്ട് നമുക്ക് ആ അറ്റം നമ്മുടെ വീടിന് വരെ ആ തണുപ്പായിട്ട് മീൻ കേടൊന്നും വരില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ മീനൊക്കെ മേടിച്ച് കൊണ്ടുപോകും കേട്ടോ ഇവിടുന്ന് പോകുമ്പോൾ. അപ്പം ഞാനും കുറച്ച് ചോറിനാ കഴിച്ചു. അപ്പനും അമ്മയും വന്നാൽ പിന്നെ ചോറിനാതെ ഇന്നെ സമ്മതിക്കില്ല കേട്ടോ. അപ്പോൾ അവർ കുറച്ച് ചോറിന് അവർക്ക് പണ്ടത്തെ ആൾക്കാരല്ലേ, അവർക്ക് നമ്മൾ ഈ ഡയറ്റിങ് എടുക്കുന്നുണ്ടെന്നും അവർക്ക് പറ്റില്ല. നമ്മുടെ ചോറുണ്ടാലാണ് ആരോഗ്യം ഉണ്ടാവുള്ളൂ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ ഇങ്ങനെ വീട്ടിൽ ചെന്നാലും അങ്ങനെ തന്നെയാണ്, ഡയറ്റിങ് എടുക്കാൻ സമ്മതിക്കില്ല കേട്ടോ. കുറച്ച് ചോറ് എന്തായാലും ഉണ്ണിപ്പിക്കും. അപ്പോൾ ഞാൻ അമ്മ ഇങ്ങനെ ചോറിന് അപ്പം അമ്മടൊപ്പം ഇരുന്നിട്ട് കുറച്ച് ചോറിന് കേട്ടോ. അമ്മയ്ക്ക് അപ്പനെ അല്ലെങ്കിൽ തന്നെ ഡയറ്റിങ് എടുക്കാൻ പറഞ്ഞാൽ തന്നെ ഭയങ്കര ഇതാട്ടോ. എന്താ ചോറൊന്നും ഉണ്ണില്ലേ എന്നൊക്കെ ചോദിക്കും. നമ്മൾ തടിയുണ്ട്, പക്ഷേ അവർ പറയുന്നത് തടി ഉണ്ടായിക്കോട്ടെ, അതൊക്കെ ഒരു പ്രായം വരെ ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞാൽ അതൊക്കെ പോകും. അവരും ചെറുപ്പത്തിൽ തടിയൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാം. ഫാമിലി വ്ളോഗ് എന്നോട് പറയാം.